ഇത് ക്രാമേഴ്സ് റൂളാണ്. മെട്രിക്സ് ഫസ്റ്റ് മൊഡ്യൂളായ മെട്രിക്സിൽ നിന്നും സ്ഥിരം റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്രാമേഴ്സ് റൂളിൻ്റെ ഒരു പ്രോബ്ലം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 3 ഇക്വേഷൻസ് തരും. ഈ 3 ഇക്വേഷൻസിൽ എക്സും വൈയും സെഡും ഉണ്ടാവും. ആ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ അൾട്ടിമേറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് ക്രാമേഴ്സ് റൂൾ. ഈ ഇക്വേഷൻ, ഓക്കെ, ഇതാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ എക്സ് വൈ സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക ബൈ യൂസിങ് ക്രാമേഴ്സ് റൂൾ. അപ്പോൾ എന്താണ് ക്രാമേഴ്സ് റൂൾ, എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് തന്ന ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ഈ 3 ഇക്വേഷൻസിന് നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതും. എങ്ങനെയാണ് മാറ്റി എഴുതുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഈക്വൽ സൈനിൻ്റെ ഇപ്പുറത്ത് എക്സ് പ്ലസ് 2y മൈനസ് സെഡും ഈക്വൽ സൈനിൻ്റെ അപ്പുറത്ത് -3 ഒറ്റ നമ്പർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന 3 ലെറ്റേഴ്സിൻ്റെയും മുന്നിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കും. എക്സിന് മുന്നിൽ നമ്പർ ഒന്നുമില്ല, സോ ഇറ്റ് ഈസ് 1. വൈൻ്റെ മുന്നിൽ 2. ഇവിടെ സെഡിന് മുന്നിൽ ഒന്നുമില്ല, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, സോ -1. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുകയാണ് 1 2 -1. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷനിൽ 3 1 1 ആണ് വരുന്നത്. 3 1 1. ലാസ്റ്റ് ഇക്വേഷനിൽ 1 -1 2. 1 -1 2. ഓക്കെ, ആദ്യം നമ്മൾ ആ കോഎഫിഷ്യൻസിനെ ഒരു മെട്രിക്സ് ആക്കി എഴുതി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാത്തിലും എക്സ് വൈ സെഡ് ഇതാണ് നമുക്ക് അറിയാത്ത ആൾക്കാർ, അതിനെ ഞാൻ അങ്ങനെ എഴുതി ഈക്വൽ സൈനിൻ്റെ അപ്പുറത്ത് ആരാണല്ലോ നോക്കുക, -3 4 6. അതിനെ നമ്മൾ അങ്ങനെ തന്നെ ഒരു മെട്രിക്സ് ആക്കി എഴുതി. ഓക്കെ, -3 4 6. അപ്പോൾ ഇതാണ് അതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആ 3 ഇക്വേഷൻസിൻ്റെ. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ തന്ന ഇക്വേഷൻസിനെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതുന്നു. ഓക്കെ, ഇനി ഇതാണ് എ, ഇതാണ് എക്സ്, ഇതാണ് ബി. ഫൈൻ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഡെൽറ്റ എന്ന് പറഞ്ഞ സാധനം കാണും, ഡെൽറ്റ 1 കാണും, ഡെൽറ്റ 2 കാണും, ഡെൽറ്റ 3 കാണും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഡെൽറ്റ 1 ഡെൽറ്റ 2 ഡെൽറ്റ 3 ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയ ഇതാ ഈ ഒരു മെട്രിക്സിലെ അതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ഡെൽറ്റ. ഓക്കെ, ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിനെ നമ്മൾ അങ്ങോട്ട് ഡിലീറ്റ് ആക്കിയിട്ട് ഈ ബി -3 4 6 എഴുതും. അതായത് -3 4 6 2 1 -1 -1 1 2. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുതിയ മെട്രിക്സ് കിട്ടും. അതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് എന്ത്, ഡെൽറ്റ 1. അപ്പോൾ ഡെൽറ്റ 2 എന്ന് പറയുന്നതോ, ഡെൽറ്റ 2 എന്ന് പറയുന്നത് ഈ സെയിം മെട്രിക്സിലുള്ള ഈ സെക്കൻഡ് കോളം ഞാൻ അങ്ങോട്ട് ഡിലീറ്റ് ആക്കിയിട്ട് 2 1 -1 അടുത്ത് ഒഴിവാക്കിയിട്ട് അതിന് പകരം ആര് എഴുതാം, -3 4 6 എഴുതാം. അപ്പോൾ ഈ -3 4 6 ഇവിടെ എഴുതുമ്പോൾ നമുക്ക് പുതിയൊരു മെട്രിക്സ് കിട്ടും. ആ കിട്ടിയ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ഡെൽറ്റ 2. ഇനി ഡെൽറ്റ 3 എന്ന് പറഞ്ഞാൽ ഈ ഒരു മെട്രിക്സിൽ തേർഡ് കോളം ഞാൻ അങ്ങോട്ട് ഡിലീറ്റ് ആക്കുകയാണ്, അതിന് പകരം -3 4 6 എഴുതുന്നു. അപ്പോൾ കിട്ടിയ പുതിയ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ഡെൽറ്റ 3. അപ്പോൾ ഞാൻ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡെൽറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം എങ്ങനെയാണ് ഡെൽറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക, ഇതാണ് മെട്രിക്സ്. അപ്പോൾ ഞാൻ അതിനെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഒന്നും കൂടി വൃത്തിയിൽ എഴുതാണ്. ഇവിടെ 1 2 -1 3 1 1 1 -1 2. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ആദ്യം നമ്മൾ ഒരു റോ ഫിക്സ് ചെയ്യും. 1 2 -1 എന്ന് പറയുന്ന റോ ഫിക്സ് ചെയ്യുന്നു. അതിലുള്ള ഫസ്റ്റ് എലമെന്റിനെ എഴുതുന്നു. ആ ഫസ്റ്റ് എലമെന്റിനെ അടങ്ങിയിട്ടുള്ള റോയും കോളും നമ്മൾ ഹൈഡ് ചെയ്താൽ ബാക്കി ആരാണ്ടാവുക 1 1 -1 2. അപ്പോൾ 1 1 -1 2 മൈനസ് ഈ രണ്ടാമത്തെ എലമെന്റ് 2 അതിനെവിടെ എഴുതുന്നു. ആ 2 അടങ്ങിയിട്ടുള്ള റോയും കോളും ഹൈഡ് ചെയ്താൽ ബാക്കി 3 1 1 2 3 1 1 2 പ്ലസ് മൂന്നാമത്തെ എലമെന്റ് -1 ആണ്, അതിനെവിടെ എഴുതി. -1 അടങ്ങിയിട്ടുള്ള റോയും കോളും ഹൈഡ് ചെയ്താൽ ബാക്കി 3 1 1 -1 3 1 1 -1. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1 × 1 × 2 -1 × -1 -2 × 3 × 2 -1 × 1 പ്ലസ് ഇൻറ്റു മൈനസ് ആണ്. 3 × -1 -1 × 1. ഓക്കെ, ഞാൻ ഇതിനെ ഭംഗിയിലും വൃത്തിയിലും എഴുതും. അപ്പോൾ ഇനി ഇത്രയും എഴുതിയതിന് ശേഷം നമ്മൾ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് അടിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ 1 × 2 എന്ന് പറഞ്ഞാൽ 2 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 × 1 1. അപ്പോൾ 2 + 1 -2 × 3 × 2 is 6 -1 -1 × 3 × -3 -1. ഇതിൻ്റെ ബാക്കി വരിക 1 × 3 -2 × 5 -1 × -3 -4. ഓക്കെ, അപ്പോൾ വരിക 3 -10 + 4. അപ്പോൾ എന്താ വരിക 3 + 4 7 -10 ദാറ്റ് ഈസ് -3. അപ്പോൾ ഇതാണ്
ഫസ്റ്റത്തെ ആൻസർ. ഇനി നമ്മൾ ഡെൽറ്റ 1 കാൽക്കുലേറ്റ് ചെയ്യാണ്. ഡെൽറ്റ 1 എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മെട്രിക്സിലെ ഫസ്റ്റത്തെ കോളം 1 3 1 ഒഴിവാക്കിയതിന് പകരം -3 4 6 എഴുതുന്നു. -3 4 6. ബാക്കി റോ കോളംസ് എല്ലാം അങ്ങനെ തന്നെ എഴുതുന്നു. 2 1 -1 -1 1 2. ഇനി സിമിലർ മെത്തേഡ് -3 ഈ ഒരു റോ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ -3 ആണ് ഫസ്റ്റ് എലമെന്റ്. അതുള്ള റോയും കോളവും ഹൈഡ് ചെയ്യുന്നു. ബാക്കി ആരുണ്ടാവുക? ഈ റോയും കോളം ഹൈഡ് ചെയ്താൽ 1 1 -1 2 1 1 -1 2 -2. രണ്ടാമത്തെ എലമെന്റ് 2 ആണ്. 2 ഉള്ള റോയും കോളവും ഹൈഡ് ചെയ്താൽ 4 1 6 2 4 1 6 2. പിന്നെ പ്ലസ് ഇവിടെ -1 ആണ്. -1 ഇൻറ്റു ആ റോയും കോളവും ഹൈഡ് ചെയ്താൽ 4 1 6 -1 4 1 6 -1. ഇനി ഇതിനെ ഭംഗിയിലും വൃത്തിയിൽ എഴുതിയാലും -3 ഇൻറ്റു 1 ഇൻറ്റു 2 2 -1 ഇൻറ്റു -1 -2 ഇൻറ്റു 4 ഇൻറ്റു 2 8 -6 ഇൻറ്റു 1 6 പ്ലസ് ഇൻറ്റു മൈനസ് 1 ഇൻറ്റു 4 ഇൻറ്റു -1 -4 -6. ഓക്കെ. ഇനി ഇതിനെ ബാക്കി ചെയ്യുമ്പോൾ -3 2 + 1 3 -2 8 -6 2 -1 -10. അപ്പോൾ -9 -4 പ്ലസ് 10 -1 ഇൻറ്റു -10 ദാറ്റ് ഈസ് പ്ലസ് 10. അപ്പോൾ എന്താ വരിക? 10 - 1 10 - 9 10 - 9 is 1 1 - 4 10 മൈനസ് ഇത് കാൽക്കുലേറ്റർ അടിച്ചാൽ എന്താ വരിക? -9 -4 എന്ന് പറഞ്ഞാൽ -13 10 ഓക്കെ. ഇനി നമ്മൾ അടുത്തത് ചെയ്യാണ് ഡെൽറ്റ 2 എന്ന് പറയുമ്പം ഈ സെയിം മെട്രിക്സിലുള്ള രണ്ടാമത്തെ കോളത്തിന് നമ്മൾ മാറ്റുന്നു. ഒന്നാമത്തെ കോളം അതേപോലെ എഴുതുക 1 3 1. രണ്ടാമത്തെ കോളത്തിന് പകരം -3 4 6 എഴുതുക. -1 1 2 അങ്ങനെ തന്നെ എഴുതുക. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാമെന്നുള്ളതാണ് നെക്സ്റ്റ് ലക്ഷ്യം. ഓക്കെ. അപ്പോൾ ഡെൽറ്റ 2 is equal to 1 -3 1 -1 ആണ് ഫസ്റ്റത്തെ റോ. അപ്പോൾ ഞാൻ 1 അവിടെ ഫിക്സ് ചെയ്തു. 1 ഫിക്സ് ചെയ്താൽ 4 1 6 2 ആണ് ബാക്കിയുള്ള 1 ഉള്ള റോയും കോളവും ഹൈഡ് ചെയ്താൽ 4 1 6 2 -3 ഇൻറ്റു അതുള്ള റോയും കോളവും ഹൈഡ് ചെയ്താൽ 3 1 1 2 വരും പ്ലസ് -1 ഇൻറ്റു 3 4 1 6. ഓക്കെ. ഇത് ചെയ്ത് വരുമ്പോൾ 1 ഇൻറ്റു 4 ഇൻറ്റു 2 ഈസ് 8 -6 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 3 ഇൻറ്റു 2 ഈസ് 6 -1 ഇൻറ്റു 1 1 -1 ഇൻറ്റു 3 ഇൻറ്റു 6 ഈസ് 18 -4 8 -6 is 2 1 into 2 plus 3 into 6 minus 1 5 minus 1 into 14. ഓക്കെ. അപ്പം 2 plus 10 minus 14. അപ്പം എന്താ വരിക? 12 minus 14 എന്ന് പറയുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ 3 into 5 ആണ്. 3 into 5 is 15. ഓക്കെ. അപ്പോൾ ഇത് 2 ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. 3 ആണ്. അപ്പം 2 plus 15 is 17 minus 14 ആണ് വരിക. ദാറ്റ് ഈസ് 3. ഓക്കെ. അപ്പോൾ 3 ആണ് ആൻസർ വരിക. ഇനി നമ്മൾ ഡെൽറ്റ 3 കാൽക്കുലേറ്റ് ചെയ്യാണ്. ഡെൽറ്റ 3 എന്ന് പറയുമ്പം നമ്മുടെ ഫസ്റ്റ് മെട്രിക്സ് ആയിട്ടുള്ള ഈ 1 3 1 ഇതിൽ ഈ -1 1 2ന് പകരം നമ്മൾ -3 4 6 കൊടുക്കുകയാണ്. അപ്പോൾ ഡെൽറ്റ 3 എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് ഓഫ് 1 3 1 2 1 -1 -3 4 6. ഓക്കെ. ഇത് ചെയ്യുന്ന സമയത്ത് 1നെ ഞാൻ ഫിക്സ് ചെയ്തു. എന്താ വരിക? ഡിറ്റർമിനന്റ് ഓഫ് 1 4 -1 6 -2 ഇൻറ്റു 3 4 1 6 3 4 1 6 മൈനസ് പ്ലസ് -3 ഇൻറ്റു എന്താ വരിക? 3 1 1 -1. ഇത് ചെയ്യുന്ന സമയത്ത് 1 ഇൻറ്റു 6 -4 അതായത് 1 ഇൻറ്റു -1 ഇൻറ്റു 4 ഈസ് -4 -2 ഇൻറ്റു 3 ഇൻറ്റു 6 18 -4 പ്ലസ് ഇൻറ്റു -3 -3 -1 ഇത് വരിക 1 ഇൻറ്റു 6 പ്ലസ് 4 10 -2 ഇൻറ്റു 18 -4 14 -3 ഇൻറ്റു -4. ഓക്കെ. അപ്പോൾ 10 -28 പ്ലസ് 3 ഇൻറ്റു 4 12. എന്താ വരിക? 10 12 26 സോറി 22 22 -28 ദാറ്റ് ഈസ് -6. ഇപ്പോൾ ഡെൽറ്റ 1 കിട്ടിയത് എന്താ? -3 ആണ്. ഡെൽറ്റ 2 കിട്ടിയത് 3 ആണ്. ഡെൽറ്റ 3 കിട്ടിയത് -6 ആണ്. ആൻഡ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു -3. ഞാൻ പറഞ്ഞു നമ്മുടെ
എന്താണ് എക്സിൻ്റെ വാല്യൂവും വൈൻ്റെ വാല്യൂവും സെറ്റിൻ്റെ വാല്യൂവും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം. സോ എക്സും വൈയും സെറ്റും എന്താണെന്ന് നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ 1 ബൈ ഡെൽറ്റ, ദാറ്റ് ഈസ് ഡെൽറ്റ 1 ഈസ് -3 ബൈ -3, ദാറ്റ് ഈസ് 1. y is equal to delta 2 by delta, delta 2 is 3 by delta -3, that is -1. z delta 3 by delta ആണ്, that is എന്താ വരിക -6 by -3, that is 2. ഓക്കെ, അപ്പോൾ 1 -1 2 ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഈ ഒരു ചോദ്യം ചെയ്യുമ്പം എന്തായാലും ഫൈനൽ നമ്മളോട് തെറ്റിപ്പോയാലും ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തിക്കണം. എങ്ങനെ എത്തിക്കുക? ഡെൽറ്റ കണ്ടുപിടിക്കണം, ഡെൽറ്റ 1 കണ്ടുപിടിക്കണം, ഡെൽറ്റ 2 കണ്ടുപിടിക്കണം, ഡെൽറ്റ 3 കണ്ടുപിടിക്കണം. ഫൈനൽ ആൻസർ തെറ്റാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണോ അത് വെച്ച് ചെയ്യുക. എന്നിട്ട് ഈ എക്സ് വൈ സെറ്റ് സിഗർ ഡെൽറ്റ 1 ബൈ ഡെൽറ്റ, ഡെൽറ്റ 2 ബൈ ഡെൽറ്റ, ഡെൽറ്റ 3 ബൈ ഡെൽറ്റ. ഓക്കെ, ഈ ഒരു സംഭവം വരെ എഴുതി വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് 1-2 മാർക്ക് കുറഞ്ഞാലും ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഈ പ്രോബ്ലം നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കണം. ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്.